ഹായ് ഹലോ. വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു സ്നാക്കുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ 3 ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങി ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കതൊന്ന് മാറ്റി വെക്കണം. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കത് ബ്രെഡ് ക്രംസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പത്ത് മിനിറ്റിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് ഒരു ഓവൽ ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഷേപ്പിലാണ് ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലൊന്ന് മുക്കിയതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതില്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗത്തുള്ള ബ്രെഡിൻ്റെ ക്രംസൊക്കെ കരിഞ്ഞു പോകും. ഒരു ഭാഗം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളത് കൂടി അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.